നമസ്കാരം, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വളരെ ഗൗരവമുള്ള വിഷയം തന്നെയാണ്. ഇത് നിങ്ങൾ ചെറിയ വിഷയമാക്കി തള്ളിക്കളയരുത്. അവിടെ ഇവിടെ ഒരു വീഡിയോ കണ്ട് ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യേണ്ട എന്ന് പറഞ്ഞ് വിഷയം തള്ളിക്കളയരുത്. കാരണം ഇന്ന് നമ്മൾ ഈ പുറത്തിറങ്ങി കഴിഞ്ഞാലെല്ലാം എല്ലാ കുഞ്ഞുമക്കളെ കൊണ്ടൊക്കെ നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഏതെങ്കിലും കുഞ്ഞു ചായക്കടയിൽ നിർത്തിയെങ്കിലും ഒരു ഗ്ലാസ് ചായയും ഒരു പഴംപൊരിയും കഴിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ഈ ഞാനടക്കം എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടം തന്നെയാണ് പുറത്തിറങ്ങി ഏതെങ്കിലും കടയിലൊക്കെ കണ്ടു കഴിഞ്ഞ് ഇറങ്ങി വല്ല ചായയും പഴംപൊരിയൊക്കെ കഴിക്കാനുള്ള ഇഷ്ടപ്പെട്ട കാര്യം തന്നെ. അത് എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട കാര്യം തന്നെ ആയിരിക്കും. ആ പുള്ളിക്കാരൻ ഇതിലെ ഒരെണ്ണം തിന്നാവുമെന്ന് ചോദിച്ചു. കാരണം അതിന്റെ മുതലാളിയാണ് നിൽക്കുന്നത്. ആ ലൈസൻസ് പെട്ടെന്ന് പുള്ളി വന്നു അങ്ങ് വലിച്ചേരി കളഞ്ഞു. പുള്ളിയുടെ പുകയിലുണ്ട്. സാറേ, ഇത് കൊടുക്കുന്നത് റെയിൽവേ സ്റ്റേഷനിലാണ് കൊടുക്കുന്നത്. എത്രയോ മലയാളികൾ തിന്നുന്ന, കുഞ്ഞുങ്ങൾ തിന്നുന്നത്. ഇവനൊക്കെ ഇതിന് കൂട്ടിരിക്കാവും. ഇവനെയൊക്കെ തൂക്കിക്കയറ്റണം. തൂക്കുവാർത്ത എന്നറിയോ ഈ ആഹാരത്തിൽ ഇങ്ങനെ കാണിക്കുന്ന കൃത്രിമം. ഇവനറിയാതെ ഇത് പോത്തിന് ഈ സംഭവം. ആഹാരത്തിൽ ഒരിക്കലും ചെയ്യരുത്. ഒന്ന് വിളിച്ച് കാര്യങ്ങൾ പറയാം. കാര്യം കണ്ട നിർത്താൻ ഞാൻ ഏത് കോടതി കയറി പറയാനും ഈ പറഞ്ഞ പോലെ പറയാൻ ഞാൻ നല്ല ചങ്കൂറ്റുണ്ട് എനിക്ക്. കൊല്ലം റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള പുതിയകാവ് അമ്പലത്തിന് ക്രോസ് റോഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെയാണ് പഴംപൊരി, ഉഴുന്നുവട എന്നിവ ഉണ്ടാക്കുന്നതിന് വേണ്ടി എണ്ണയിൽ പ്ലാസ്റ്റിക് മുക്കി ആ പ്ലാസ്റ്റിക് ഉരുക്കിയ എണ്ണയിൽ വെച്ച് ഇങ്ങനെ വിഭവങ്ങൾ ഉണ്ടാക്കിയത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുകയും നാട്ടുകാർ ബഹളം വെച്ചതിനെ തുടർന്ന് ഇവിടെയുണ്ടായിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ ആ എണ്ണ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് തന്നെ മറച്ചു കളയുകയും ചെയ്തു. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഇത്തരത്തിൽ തന്നെയാണ് ഇവിടെ ഈ ഭക്ഷണങ്ങളെല്ലാം പാചകം ചെയ്യുന്നത് എന്നാണ് ഇവിടുത്തുകാർ തന്നെ പറയുന്നത്. കാരണം ഈ പഴംപൊരിയെല്ലാം ഉണ്ടാക്കുന്നത് ഇത് ഉണ്ടാക്കിയ എണ്ണയിൽ ആ പ്ലാസ്റ്റിക് കവറുകൾ, ഇവിടെ നമുക്ക് മറ്റ് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്, ഇവരുടെ ഈ എണ്ണയിൽ, അതായത് തിളച്ച എണ്ണയിൽ പ്ലാസ്റ്റിക് കവറുകൾ മുക്കുന്നു. അപ്പോൾ ആ സമയത്ത് എണ്ണ കുറച്ചും കൂടി കൂടുതൽ കിട്ടുന്നു. അത് പെട്ടെന്ന് വറ്റിപ്പോകാത്ത രീതിയിൽ നിൽക്കുകയും ചെയ്യുന്നു എന്നുള്ള ഒരു തട്ടിപ്പാണ് ഇവർ നടത്തിയത്. ഈ ചേട്ടനാണ് ഇത് ശ്രദ്ധയിൽപ്പെടുകയും. ചേട്ടൻ എന്തായിരുന്നു കണ്ടത്? എനിക്ക് ഓടമുള്ള ഞാൻ മുമ്പേ കുറച്ച് പറഞ്ഞു. എനിക്ക് എക്സൈലാണ് ജോലി. എൻ്റെ വീട് മാവേലിക്കരയാണ്. ഞാൻ ഈ സൈഡ് ചേർന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഇവന്മാർ പ്ലാസ്റ്റിക് കവറെടുത്ത് ഇതിനകത്ത് അരിപ്പയ്ക്കകത്ത് താത്ത് വെക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ എത്തി നോക്കിയപ്പം എണ്ണയ്ക്കകത്ത് എണ്ണ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ആ എണ്ണയ്ക്കകത്ത് പ്ലാസ്റ്റിക് കവർ ഉരുക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒന്ന് വേറെ 2 യാത്രക്കാരെ വിളിച്ച് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ സംസാരിച്ച് ഇത് കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ കൊടുക്കേണ്ട. ഇത് ഇവന്മാർ പെട്ടെന്ന് എന്താ പറയുക, ഇത് ഈ എണ്ണ എടുത്തുകൊണ്ട് കളഞ്ഞവിടെ. ആ എണ്ണ കൊണ്ട് കളഞ്ഞതിൻ്റെ ആ എണ്ണയ്ക്കകത്ത് പ്ലാസ്റ്റിക് കവർ കിടക്കുന്നത്. ഹെൽത്തിനെ വിളിച്ചിട്ടുണ്ട്, പോലീസുകാർ വന്നിട്ടുണ്ട്. പിന്നുള്ള നടപടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ ഇത് അറിയിക്കണം. ഈ പ്ലാസ്റ്റിക് കവർ ഉരുക്കിയാണ് യാത്രക്കാർ മൊത്തം കഴിക്കുന്നത്. ഈ പ്ലാസ്റ്റിക് കവർ ഒന്നുകൂടെ കാണിക്കാവുന്നതാണ്. ഇവിടെ ആണ്, അതായത് നാട്ടുകാരെ കണ്ടതിനെ തുടർന്ന് ഉടൻ തന്നെ ഈ എണ്ണ ഇവിടേക്ക് ഒഴിച്ചു മാറ്റുകയും ഈ പ്ലാസ്റ്റിക് കവർ, ഇത് തിളച്ച എണ്ണയിൽ കണ്ട പ്ലാസ്റ്റിക് കവറാണ്. ഇതാണ് ആ എണ്ണയിൽ ഇട്ടിരുന്നത്. ഇത്തരത്തിലുള്ള നിരവധി പ്ലാസ്റ്റിക് കവറുകൾ അവിടെ നിന്ന് കണ്ടെത്തുകയും ചെയ്യും. ഇത്രയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ വരില്ലേ? പിന്നെ തീർച്ചയായിട്ടും ഒരു സംശയമില്ല കാര്യത്തിൽ. നമ്മൾ കുട്ടികൾക്കൊക്കെ ഇവിടുന്ന് തീർച്ചയായിട്ടും യാത്രക്കാർ ഉപയോഗിക്കുന്നതാണ്. റെയിൽവേയിലെ എല്ലാ യാത്രക്കാരും ഉപയോഗിക്കുന്ന ഈ സാധനം ഇവിടുന്ന് പുറമെ ഇവർക്കാർക്കും കൊടുക്കത്തില്ല. റെയിൽവേയിലെ കൊണ്ട് കൊടുക്കുക ക്യാൻറ്റീനിൽ. അവിടെ ഇരിക്കുന്ന സാധനങ്ങൾ ഈ കമ്പനിയിൽപ്പെട്ട തന്നെയാണ്. ഇങ്ങോട്ട് വന്ന് ഞാൻ അവരെ കൂടെ വിളിച്ച് നോക്കാറുണ്ട്. ഈ സംഭവം എണ്ണയ്ക്കകത്ത് കിടക്കുവാണ്. അതല്ലാണ്ട് സാർ ഇങ്ങോട്ട് നോക്കിയേ, ഇപ്പോഴെന്ന് വൃത്തിയാക്കിയതാണ്. ഇത് ഞങ്ങൾ കണ്ടോണ്ടിരിക്കും. ഇപ്പോൾ ഇവൻ വെള്ളം തുടച്ചാണ് ഇതിനകം എല്ലാം ക്ലീൻ ചെയ്തത്. താണ്ട് ഇതുപോലെ കിടക്കുമായിരുന്നു ഇതിനകം. താണ്ട് ആ പുള്ളിക്കാരൻ ഇതിലെ ഒരെണ്ണം തിന്നാവുമെന്ന് ചോദിച്ചു. താണ്ട് അതിന്റെ മുതലാളിയാണ് നിൽക്കുന്നത്. ആ ലൈസൻസ് പെട്ടെന്ന് പുള്ളി വന്നു അങ്ങ് വലിച്ചേരി കളഞ്ഞു. പുള്ളിയുടെ പുകയിലുണ്ട്. അതുപോലെ ആയിക്കോട്ടെ ഡേറ്റ് വെക്കറി. അതുകൊണ്ട് സാറേ ഇത് കൊടുക്കുന്നത് റെയിൽവേ സ്റ്റേഷനിലാണ് കൊടുക്കുന്നത്. എത്രയോ മലയാളികൾ തിന്നുന്ന, കുഞ്ഞുങ്ങൾ തിന്നുന്ന. ഇവനൊക്കെ ഇതിന് കൂട്ടിരിക്കാവും. രാവിലെ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അത് വിളിച്ച് അവിടെ പറയാ സപ്ലൈ ചെയ്യണമെന്ന് പറയണം. വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണത്. ഇവനെയൊക്കെ തൂക്കിക്കയറ്റണം. തൂക്കുവാർത്ത എന്നറിയോ ഈ ആഹാരത്തിൽ ഇങ്ങനെ കാണിക്കുന്ന കൃത്രിമം. ഇവനറിയാതെ ഇത് പോത്തിന് ഈ സംഭവം. ആഹാരത്തിൽ ഒരിക്കലും ചെയ്യരുത്. ബിസിനസ് വേണം. ഇത്രത്തോളം മനുഷ്യന്മാരെ പറ്റിച്ച് ഇങ്ങനെ ക്യാഷ് ഉണ്ടാക്കുന്നത് എവിടെയും അതൊരു എവിടെയും ഉപകാരപ്പെടില്ല. എൻ്റെ വീഡിയോ കാണുന്ന ഇത്തരം ബിസിനസ്സുകൾ ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ അതുകൊണ്ട് രക്ഷപ്പെടാൻ പോകുന്നില്ല. കാരണം ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങൾ വരെ ഇത് വാങ്ങി കഴിക്കുന്നുണ്ട്. ഇവർ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ എണ്ണ തിളപ്പിച്ചിട്ട് അതിലേക്ക് നമ്മൾ മിൽമയുടെ കവറൊക്കെ ഉണ്ടല്ലോ, പ്ലാസ്റ്റിക് കവറുകളൊക്കെ, ജസ്റ്റ് അതൊന്ന് അതിലിട്ടിട്ട് ഒന്ന് ഉരുക്കി എടുത്തു കഴിഞ്ഞാൽ ആ എണ്ണ കുറച്ച് സമയം വറ്റാടെ നിൽക്കും. അപ്പോൾ എത്രത്തോളം വിഷാംശമാണ് അതിലെ എണ്ണയിലേക്ക് ചെല്ലുന്നത്. എന്നിട്ട് അതിലിട്ട് ഈ പലഹാരങ്ങളെല്ലാം വേവിച്ച് ഡിസ്പ്ലേക്ക് ഇടും. അപ്പോൾ അധികം ഈ എണ്ണയിൽ ഈ പ്ലാസ്റ്റിക് അതിൽ ഉരുക്കി ഒഴിക്കുന്നത് കൊണ്ട് തന്നെ, ഈ പ്ലാസ്റ്റിക് കവർ ഈ എണ്ണയിൽ ഇടുന്നത് കൊണ്ട് തന്നെ ഈ കിട്ടുന്ന പലഹാരങ്ങൾക്കൊന്നും പെട്ടെന്ന് അങ്ങോട്ട് ഇങ്ങനെ നമ്മളുണ്ടല്ലോ കുഴഞ്ഞു പോരല്ലേ, അങ്ങനെ അങ്ങ് പോവാതെ
കുറച്ച് സമയം അതങ്ങനെ ആ കട്ടിയിൽ അവിടെ കിട്ടും. അപ്പോൾ അവർക്കത് കൂടുതൽ സമയം വിൽക്കുകയും ചെയ്യും. ചൂട് നിലനിർത്താനാണല്ലോ അവർ ആ ഒരു സെറ്റപ്പിനകത്തൊക്കെ വെച്ച് ചൂട് നിലനിർത്തും. പിന്നെ ഈ വടിവത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ സമയം അതിന് കിട്ടും. പക്ഷെ ഇത് കഴിക്കുന്ന കുഞ്ഞുങ്ങളുടെയും ആരോഗ്യം, അതുപോലെ കുഞ്ഞുങ്ങളുടെ മാത്രമല്ല വലിയവരും പ്രായമായവരും എല്ലാവരും ഇത് കഴിക്കുന്നുണ്ട്. അവരുടെ ആരോഗ്യത്തിന് എത്രത്തോളം ഹാനികരമാണെന്ന് ചിന്തിക്കുന്നില്ല. ഒരു ചെറിയ വയറുവേദനയോ, നിങ്ങളോട് പറയുന്നത് എന്താ, ഒരു ചെറിയ വയറുവേദനയോ എന്തെങ്കിലും പ്രയാസം കുട്ടികൾക്ക് എവിടെന്നെങ്കിലും ഇത്തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ, ചെറിയ അസ്വസ്ഥത തോന്നിക്കഴിഞ്ഞാൽ നിർബന്ധമായും ഹോസ്പിറ്റലൈസ് ചെയ്യുക. ഇന്ന കടയിൽ നിന്നും ഇന്ന സാധനം കഴിച്ചതിന് ശേഷമാണ് കുട്ടിക്ക് ഇത്തരത്തിലുള്ള, അല്ലെങ്കിൽ വലിയ ആൾക്കോ ചെറിയ ആൾക്കോ പ്രായം ചെന്ന ആളുകൾക്കോ എന്തെങ്കിലും ഒരു അസ്വസ്ഥത കാണുന്നുണ്ടെങ്കിൽ ഇന്ന കടയിൽ നിന്നും ഇന്ന സാധനം കഴിച്ചിരുന്നത് ധൈര്യമായിട്ടൊരു കംപ്ലൈൻറ്റ് ചെയ്യുക തന്നെ വേണം. എന്നിട്ട് അവിടെ വന്നിട്ടൊന്ന് പരിശോധിക്കുക, എണ്ണ പരിശോധിക്കേണ്ട, അത്തരത്തിലൊക്കെ നമുക്കിതിൽ മുന്നോട്ട് നീങ്ങാൻ പറ്റും. വയറുവേദന വന്നാൽ അതൊന്നും അങ്ങനെ എന്തെങ്കിലും പ്രയാസം വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും അസ്വസ്ഥത വന്നു കഴിഞ്ഞാൽ ഉടനടി ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കാണിക്കുക, അത് പോലീസിന് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. കാരണം ഈ കടയിൽ നിന്നും ഈ ആഹാരം കഴിച്ചതുകൊണ്ട് അല്ലെങ്കിൽ പലഹാരം കഴിച്ചതിന് ശേഷമാണ് എനിക്ക് ഇത്തരം പ്രയാസം വന്നതെന്ന് എന്തായാലും അത് അറിയിക്കുക തന്നെ വേണം. എൻ്റെ ഒരു ശ്രദ്ധയിൽ തന്നെ രണ്ട് സ്ഥലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളെ ഈ ശർക്കര മുട്ടായി, ചക്കര മുട്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ വട്ടത്തിൽ വടകം പോലെ ഒരു സൈസ് ഉണ്ട്. അത് ഓരോ ഏരിയയിലും ഓരോ പേരായിരിക്കും അതിന് പറയുക. ആ മിഠായി ഉണ്ട്. ആ മിഠായി ഇതുപോലെ ഉത്സവ പറമ്പുകളിലൊക്കെ വിൽക്കുന്ന ഒരു റെഡ് മെറൂൺ കളറിലായിട്ട് വട്ടത്തിൽ നിങ്ങൾ എല്ലാവരും കണ്ടിരിക്കും. അത് ശർക്കര കുരുക്കി ഒഴിച്ചിട്ട് ഉണ്ടാക്കണം. ഈ മിഠായിയിൽ ഉണ്ടാക്കുന്ന സ്ഥലത്ത് ഇതുപോലെ പ്ലാസ്റ്റിക് കവർ ഒഴിച്ചിട്ട് അതിൽ കുറച്ച് സമയം ഇങ്ങനെ ക്രിസ്പി ആയിട്ട് നിൽക്കുമല്ലോ. പിന്നെ ഒരു സമയം കഴിഞ്ഞാൽ അതിങ്ങനെ ആകെ തളർന്നു പോകും. പിന്നെ ചിലർക്കത് ഇങ്ങനെ കൊഴിഞ്ഞു പോയത് കഴിക്കാൻ ഇഷ്ടം, ചിലർക്കത് ക്രിസ്പി ആയിട്ട്. ആ ക്രിസ്പിനെസ് നിലനിർത്താൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ ചെയ്ത സംഭവം എൻ്റെ ശ്രദ്ധയിലും പെട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് മുന്നേ. അതങ്ങനെ ആ നാട്ടുകാരെല്ലാം ഇടപെട്ട് അങ്ങോട്ട് അടിയായി കുത്തായി, അത് ആ എണ്ണ എല്ലാം എടുത്ത് അങ്ങോട്ട് കളഞ്ഞു, അങ്ങനെ ഒരു വിഷയവും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു 2-3 പഴംപൊരി ഉണ്ടാക്കാനും ഒരു ഉള്ളിവടക്കം ഉണ്ടാക്കാനെന്ന് വെച്ചാൽ ചില്ലറ കാര്യമാണ്. അത് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കുക. ഇപ്പോൾ വല്ലാതെ അത് ഇങ്ങനെ ബിസിനസ്സിന് വേണ്ടി അവനവൻ്റെ കീശ നിറക്കാൻ വേണ്ടിയിട്ട് ഇത്തരം ആളുകളെ കൊല്ലുന്ന രീതിയിൽ ബിസിനസ് നടത്തുന്നത് ഒട്ടനവധിയുണ്ട്. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കാം. അപ്പോൾ റിപ്പോർട്ട് ന്യൂസിൽ നമ്മൾ വന്ന ആ ഒരു വാർത്ത നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടുമാണ് സംസാരിക്കുന്നത്. അതുപോലെ ഒരു എക്സ്പീരിയൻസും ഉണ്ട്, ഇത് കണ്ടിട്ടുണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ. അത് ഞാനും നേരിട്ട് അനുഭവിച്ചതാണ്. അപ്പോൾ ശ്രദ്ധിക്കുക. അവരൊരിക്കലും ഇതിൽ നമ്മൾ കച്ചവടം കഴിഞ്ഞ ബാക്കി സാധനങ്ങൾ ഉണ്ടാവുമല്ലോ, നല്ലതാണെങ്കിൽ നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി നമ്മളെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തൂടെ, അവരൊരിക്കലും അത് കൊണ്ടുപോവില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, അത് എങ്ങനെയെങ്കിലും അവിടെ ഈച്ചനാട്ടി ഇരുന്ന് വിറ്റ് കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും വല്ല കാട്ടിലോ എന്തെങ്കിലും അത് വലിച്ചെറിഞ്ഞിട്ടേ പോളൂ. സ്വന്തം കുഞ്ഞുങ്ങൾക്ക് അതിൽ നിന്നൊരു കഷ്ണം മുറിച്ചവർ കൊടുക്കില്ല. കാരണം അത്ര വിഷാംശം അതിലുണ്ട്. ഇവർ ചെയ്യുന്നതിൻ്റെ ഒരു മാരകാവസ്ഥ അവർക്കറിയാം. അത് മറ്റുള്ള കുഞ്ഞുങ്ങൾക്ക് ഒരു ക്ഷമയില്ലാണ്ട് കൊടുക്കുക, അവരത് കഴിച്ച് അസുഖമാവേ അവർക്ക് എന്തെങ്കിലും സംഭവിക്കുക എന്തെങ്കിലും ആവട്ടെ, സ്വന്തം കുഞ്ഞുങ്ങളെ അവർ പ്രൊട്ടക്റ്റ് ചെയ്യും. അപ്പം നോക്കുക, അവരുടെ കുഞ്ഞുങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യും. നമ്മളെ കുഞ്ഞുങ്ങളെയും നമ്മളെ നാട്ടുകാരെയും നമ്മളെ സ്നേഹിക്കുന്നവരും പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമ്മളേ ഉള്ളൂ. അപ്പം ഇത്തരം പലഹാരങ്ങൾ വാങ്ങി കഴിക്കുന്നത് വളരെയധികം ശ്രദ്ധിക്കുക. ചെറിയ ചെറിയ പലഹാരങ്ങളൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. മുമ്പേ പോലെയല്ല മക്കളെ, എല്ലാവരും പണത്തിന് മുന്നിൽ ബിസിനസ്സിന് പുറകിൽ ആരെയും കൊല്ലം ഏത് തരത്തിലാണെങ്കിൽ, ഇതൊക്കെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ കൊലപാതകം തന്നെയാണ്. അപ്പോൾ ശ്രദ്ധിക്കുക. ഇഞ്ചിഞ്ചായിട്ട് നമ്മളെ കൊല്ലാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇത്തരത്തിൽ. അവർക്ക് കീശന്നറിയും, നമ്മുടെ ആരോഗ്യം ക്ഷയിക്കും. അപ്പോൾ ഇത്തരത്തിലൊന്നും ഇത്തരത്തിലുള്ള പലഹാരങ്ങൾ പുറത്തുനിന്നൊക്കെ വാങ്ങി കഴിക്കുമ്പോൾ ബി കെയർഫുൾ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് വീഡിയോയിൽ പറയാനുള്ളത്. അടുത്തൊരു വാർത്തയും വിശേഷമായി അടുത്ത വീഡിയോ കാണും വരെ ബൈ. എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മൾ പുതിയ വാർത്തകളായിട്ട് വരുന്നതായിരിക്കും.